അന്യാസേ യറബുൺ. ഇന്നത്തെ വീഡിയോയിൽ 2017 റിലീസായിട്ടുള്ള ഫൈറ്റ് ഫോർ മൈ വേ എന്ന ഡ്രാമയിലെ ചോയ് ഏറ എന്ന ക്യാരക്ടറിന്റെ ഒരു സിമ്പിൾ ലുക്കാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എങ്ങനെ തുടങ്ങല്ലേ? 2017 റിലീസായിട്ടുള്ള ഒരു റൊമാൻറ്റിക് കൊറിയൻ ഡ്രാമയാണ് ഫൈറ്റ് ഫോർ മൈ വേ. ഇതില് പാക് സിയോജു കോൾഡോങ് മാൻ എന്ന് പറയുന്ന ഒരു ബോക്സറിന്റെ ക്യാരക്ടർ ആയിട്ടാണ് കേട്ടോ ആക്ട് ചെയ്യുന്നത്. കിം ജി വൺ എന്ന് പറയുന്ന ആക്ട്രസ് ആണെങ്കിൽ ചോയ് ഏറ എന്ന് പറയുന്ന ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ടുമാണ് കേട്ടോ ആക്ട് ചെയ്യുന്നത്. ഇവരുടെ രണ്ടുപേരുടെ ലൈഫിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അവരവരുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഇവരെ കൂടാതെ വേറെയും ഇതിലെ 4 ക്യാരക്ടേഴ്സിന്റെ ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സിന്റെ സ്റ്റോറിയും പറയുന്നുണ്ട് കേട്ടോ. ഇവരുടെ റൊമാൻസും കരിയറും ഡ്രീംസും ഫ്രണ്ട്ഷിപ്പും എല്ലാം കൂടി കോർത്തിണക്കിയിട്ടുള്ള ഒരു സിമ്പിൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കൊറിയൻ ഡ്രാമയാണ് ഫൈറ്റ് ഫോർ മൈ വേ. നല്ലൊരു മോട്ടിവേഷണൽ ഡ്രാമയാണ്. സിമ്പിൾ ലൈഫ് സ്റ്റൈലിലും അതേപോലെ തന്നെ അറ്റ്മോസ്ഫിയറിലും ആണ് ഈ ഒരു ഡ്രാമ ഇവർ ചിത്രീകരിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിൽ ടൈറ്റിലിൽ പറഞ്ഞതുപോലെ തന്നെ ഫൈറ്റ് ഫോർ മൈ വേ, അവരുടെ ലൈഫിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റിംഗ് ആണ് ഈ ഒരു ഡ്രാമ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതെല്ലാവർക്കും ഇഷ്ടമാവും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെ ആ ഒരു കെമിസ്ട്രി ഒക്കെ കാണാനും ഇവരുടെ ആ ഒരു ഫണ്ണി മൊമെന്റ്സ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. ഈ ഡ്രാമ ഞാനൊരു 2022 കേട്ടോ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫേവറേറ്റ് ഡ്രാമ ലിസ്റ്റിൽ ഒരു ഡ്രാമയാണ് ഫൈറ്റ് ഫോർ മൈ വേ. ഇതിൽ മെയിനായിട്ട് എനിക്ക് പാക് സിയോജുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അയ്യോ, എൻ്റെ ഫേവറേറ്റ് ആക്ടേഴ്സിലെ ഒരാളും കൂടിയാണ് പാക് സിയോജു. അദ്ദേഹത്തിൻ്റെ ആക്ടിങ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ഡ്രാമ കാണാനുള്ള ഒരു റീസൺ. ഓക്കെ, കൂടാതെ ഞാൻ ഈ ഡ്രാമ കണ്ടപ്പോൾ എനിക്കിതിലെ ഈ ഒരു ആക്ടറിൻ്റെ ഹെയർ സ്റ്റൈലിങ്ങും അതിലെ അവരുടെ ആ ഒരു ഔട്ട്ഫിറ്റും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ടാണ് റിയലിസ്റ്റിക് ആയിട്ടും കൂടിയാണ് ഇവരിതിൽ. അതായത് ഇപ്പോൾ പാക് സിയോജിൻ്റെ കോസ്റ്റ്യൂം ആയിക്കോട്ടെ, ഇതിൽ കിം ജുവൻ്റെ കോസ്റ്റ്യൂം ആയിക്കോട്ടെ, മെയിനായിട്ട് സിമ്പിളായിട്ടുള്ള കോസ്റ്റ്യൂംസ് ആണ് അവർ വെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. കൊറിയക്കാരുടെ മെയിൻ ഹൈലൈറ്റ് ആണല്ലോ ബാംഗിൾസ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ. അവരൊക്കെ സമ്മതിക്കണം ഇത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. എനിക്കും ഇത് ഭയങ്കര റിസ്ക് ആണ്. അപ്പം ഞാൻ ഈ ഒരു ഡ്രാമ കണ്ടപ്പോൾ ഈ ആക്ട്രസിൻ്റെ ഹെയർ സ്റ്റൈലും കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ബാംഗിൾസ് ഇതിൽ ഒരു വെറൈറ്റിയാണ് ബാംഗിൾസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടെ ഈ ബാംഗിൾസ് ഒക്കെ ഇട്ടിട്ട്. പക്ഷെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ്. ഒരു കാറ്റടിച്ചാൽ ഇത് നേരെ ഇങ്ങനെ അങ്ങ് പോകും. ഇതിങ്ങനെ നിൽക്കത്തേ ഇല്ല. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇങ്ങനൊരു ടൈപ്പാണ് കെട്ടുന്നത്. ഈ ക്യാരക്ടറിന് ഒത്തിരി ബാംഗിൾസ് ഉണ്ട്. എനിക്ക് അത്ര കട്ട് ചെയ്ത് ഇടാൻ താല്പര്യമില്ല. അവർ ഒരുപാട് ഇട്ടിട്ടുണ്ട് ബാംഗിൾസ്. അപ്പോൾ ഈ ചോയ് ഏറ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറിന്റെ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ശ്രദ്ധിച്ച് കട്ട് ചെയ്യാം കേട്ടോ, ബാംഗിൾസ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, പിന്നെ ഈ ഡ്രാമ നിങ്ങൾ മറക്കാതെ പോയിട്ട് കാണാം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അന്നേഗസയോ.